ഈ അതായത് ഒരു പടം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഒരു 1 year ഗ്യാപ്പും അങ്ങനത്തെ സാധനം കുറച്ച് ഗ്യാപ്പിലാണ് എല്ലാ മൂവീസും ചെയ്യുന്നതും റിലീസ് ആവുന്നതൊക്കെ. അത് സ്ക്രിപ്റ്റ് തിരഞ്ഞെടുക്കാനുള്ള അല്ലെങ്കിൽ ഈ പ്രോസസ് ആക്ടിങ് പ്രോസസ് നന്നാക്കാനുള്ള ഒരു സ്വയം ഗ്യാപ്പ് എടുക്കുന്നതാണോ അത് ഗ്യാപ്പ് തന്ന് ഇരുത്തുന്നത് അതൊക്കെ പറയാം. പിന്നെ ഞാനില്ലെങ്കിൽ വേറെ ഉണ്ട്, എന്റെ റോള് നികത്താൻ ആൾക്കാരുണ്ട്. അതെ അതെ. ഇന്ന മൂവിയില് ഇന്നൊരു കഥ അല്ലെങ്കിൽ ഇന്നൊരു ക്യാരക്ടർ തന്നാൽ എനിക്കിത് ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഈ സീൻ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ കുറച്ചുകൂടി ചെയ്താൽ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഫെയിൽഡാ. കാരണം ആ റോളിന് ഞാൻ കഴിഞ്ഞാൽ അവർക്ക് നേരെ ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ എന്തും ചെയ്യാനുള്ള നമ്മൾ എന്തായാലും എത്തിയുമ്പോൾ നമ്മൾ അത് പ്രൊഫഷൻ ആക്കിയെങ്കിൽ അത് അതിൽ ചെയ്യണം, 100% നമ്മൾ കൊടുക്കണം. പണ്ടൊക്കെയാണെങ്കിൽ പറഞ്ഞ നമുക്ക് മെയിൻ ആയിട്ട് കുറച്ച് നായകന്മാരുണ്ട്, അത് ഇങ്ങനെയാണ് അവരുടെ നമുക്ക് ഇങ്ങനെയല്ല, നമുക്ക് ഇത് ഇപ്പോഴത്തെ ഒരു എന്ന് പറഞ്ഞാൽ നമുക്ക് നോ പറയാൻ പറ്റില്ല, ചില ക്യാരക്ടേഴ്സിന് പറ്റില്ല, കാരണം നമ്മൾ നോ പറഞ്ഞാൽ അത് അടുത്തയാൾ ചെയ്യും. ആ ഒരു നോ ഞാൻ പല സ്ഥലത്തും പറഞ്ഞുകൊണ്ടാണ് ഞാൻ പല സ്ഥലത്തും വീട്ടിലിരിക്കുന്നത്. കാരണം ഞാൻ വെയിറ്റ് ചെയ്യും, ചേട്ടാ എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യും. ഓക്കെ ഞാൻ ചേട്ടൻ വിളിക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ കോൾ അവിടെ ഇല്ല. അത് ചെയ്യാൻ അടുത്ത ആൾ അവർ റെഡിയാണ്. നമുക്കൊരു അവസരം തന്നെങ്കിൽ നമ്മളത് യൂട്ടിലൈസ് ചെയ്യുക, യൂസ് ചെയ്യുക. അത് മാത്രമാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ സർവൈവ് ചെയ്യണമെങ്കിൽ. എവല്യൂഷൻ തിയറി അനുസരിച്ച് സർവൈവിംഗ് ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറഞ്ഞ പോലെ സെയിം ഈസ് ഹാപ്പനിങ് നമ്മുടെ മൂവി ഇൻഡസ്ട്രിയിലും. ഫിറ്റസ്റ്റ് ആൾക്കാർ മാത്രമേ സർവൈവ് ചെയ്യുള്ളൂ, അല്ലാത്തവർ അവിടെ പോയിക്കൊണ്ടേയിരിക്കും, പുതിയ ആൾക്കാർ വന്നുകൊണ്ടിരിക്കും. സോ സർവൈവിംഗ് ദ ഫിറ്റസ്റ്റ് അത് എവിടെയും ഇപ്പോഴും യൂണിവേഴ്സിൽ അത് ആപ്ലിക്കബിൾ ആണ്. സോ ഇറ്റ്സ് ഗോയിങ് ഓൺ. അത് ഈ പ്രൊഫഷൻ മാത്രമല്ല, എല്ലാ മേഖലയിലും അങ്ങനെയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനൊരു ബ്രേക്ക് എടുത്തു. ഞാൻ പറയാം, എനിക്ക് വർക്ക് ചെയ്യാൻ എനിക്ക് ജാനുവരിയിലേ പറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. കാരണം എൻ്റെ ഹെൽത്ത് ഭയങ്കര വീക്കായി. ഐ ഹാവ് ലോട്ട് ഓഫ് ഹെൽത്ത് ഇഷ്യൂസ് വന്നു. ഞാൻ വെയിറ്റ് ഗെയിൻ ചെയ്തു. ഞാൻ പറയല്ല, വെയിറ്റ് ഗെയിൻ ചെയ്തത് കാരണം ഐ ലോസ് മെനി മൂവീസ്. നിങ്ങളോട് ചോദിക്കുന്നത് തന്നെയാണ് വെയിറ്റ് കുറയ്ക്കോ. ഞാൻ പറയും, ഞാൻ ഫുഡ് കഴിച്ച് വെയിറ്റ് വെക്കുന്നതല്ല, ഇവൻ ഞാൻ കഴിക്കുന്ന മെഡിസിൻസും വെയിറ്റ് എനിക്ക് ഇൻഡ്യൂസ് ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയും, ചേട്ടാ എൻ്റെ വെയിറ്റ് ഇങ്ങനെയാണ്, അപ്പോൾ എനിക്ക് കുറയ്ക്കാൻ എനിക്ക് ടൈം വേണം. അവരും നമുക്കറിയാം ലിച്ചി കുറച്ചിട്ട് വരും എന്ന് പറയാൻ എനിക്കതൊരു മോട്ടിവേഷനാണ്. അങ്ങനെ എനിക്കിപ്പോൾ കുറച്ച് വരുന്നത് അവർ വെയിറ്റിംഗ് ആണ് എൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷന് വേണ്ടി. അപ്പം ഞാൻ ആ ഒരു പ്രോസസ്സിലായത് കാരണമാണ് സ്ട്രഗിളിങ് ഫോർ ദാറ്റ്. കാരണം നമ്മുടെ തൈറോയ്ഡ് ഇഷ്യൂ ചെയ്താൽ എല്ലാവർക്കും അറിയാം, കുറേ PCOD ഒക്കെ ഉണ്ടാവും. അതും ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം ടഫായ സിറ്റുവേഷനിൽ കൂടെ പോയി ഒരു സക്സസ് എത്തുമ്പോഴാണ് അതിലും ഒരു മധുരം പറയാം. പിന്നെ ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്ന കാര്യമാണ്, നമ്മുടെ ജീവിതത്തിൽ സക്സസ് ആയ ആൾക്കാർക്ക് പറയാൻ ഓക്കെ ഞാൻ വന്നു, ഞാൻ ഇങ്ങനെയായി, ഞാൻ ഇവിടെ എത്തി എന്നല്ല, അവർക്ക് പറയാനൊരു സ്റ്റോറി ഉണ്ടാവും. സോ ഞാൻ ആ സ്റ്റോറി മേക്ക് ചെയ്യുന്ന പ്രോസസ്സിലാണ്. ഐ എം മേക്കിംഗ് ദാറ്റ് സ്റ്റോറി. കാരണം നാളെ എനിക്ക് ആൾക്കാരോട് പറയണം എന്നുള്ള സ്റ്റോറിയിൽ മേക്കിംഗ് പ്രോസസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഐ ആം ഡൂയിങ് ദാറ്റ്. ഐ ആം ദാറ്റ് സ്റ്റേജ്.